ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ജോളിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെള്ളരിക്ക പുളിശ്ശേരിയാണ്. സദ്യയിൽ കിട്ടുന്ന പോലത്തെ പുളിശ്ശേരി വീട്ടിൽ 20 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു പാനിൽ 200 ഗ്രാം അല്ലെങ്കിൽ 1.5 കപ്പ് വെള്ളരിക്ക അരിഞ്ഞതെടുക്കുക. 4 പച്ചമുളക് നടുവെ കീറിയത്, 1 ടീസ്പൂൺ ഉപ്പ്, 1.5 കപ്പ് വെള്ളം എന്നിവ ചേർക്കുക. നന്നായി ഇളക്കുക. മൂടി അടച്ചു വെക്കാം. മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം വേവിക്കുക. ഇതിനിടയിൽ അരപ്പുണ്ടാക്കാം. ഒരു ഗ്രൈൻഡർ ജാറിൽ 1/4 കപ്പ് തേങ്ങ ചിരകിയത്, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 കപ്പ് വെള്ളം എന്നിവ എടുക്കുക. ഇത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. 5 മിനിറ്റിന് ശേഷം മൂടി തുറക്കാം. വെള്ളരിക്ക നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. കൂടാതെ 2 കപ്പ് തൈര്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര എന്നിവ ചേർക്കുക. നന്നായി ഇളക്കുക. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം വേവിക്കുക. തിളപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ? 1 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്യാം. അവസാനം വറുത്തിടുന്നതിന് വേണ്ടി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കുക. കടുക് പൊട്ടിയതിനു ശേഷം ലോ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ അതിലേക്ക് 2 വറ്റൽ മുളക് പകുതിയായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ചേർക്കുക. നന്നായി ഇളക്കുക. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം വഴറ്റുക. ഇനി തീ ഓഫ് ചെയ്യാം. ഇത് കറിയുടെ മുകളിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇളക്കരുത്. മൂടി അടച്ച് 10 മിനിറ്റിന് ശേഷം മാത്രം ഇളക്കുക. എല്ലാം സെറ്റ് ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. 10 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നന്നായി ഇളക്കുക. നാടൻ സദ്യ സ്പെഷ്യൽ വെള്ളരിക്ക പുളിശ്ശേരി റെഡി. 20 മിനിറ്റിൽ കൂടുതൽ ആവശ്യമില്ല ഇതുപോലെ നല്ല രുചികരമായ വെള്ളരിക്ക പുളിശ്ശേരി വീട്ടിലുണ്ടാക്കാൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.